ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിലെ ഹാച്ചി കി കഹാനി എന്ന പാഠഭാഗത്തിലെ ഡയറി, കോൺവെർസേഷൻ, സമാചാർ, പിന്നെ എക്സാം പ്രഡിക്ഷൻ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ, പ്രൊഫസർ കി പത്നി സ്റ്റേഷൻ കെ ബാഹർ ഹാച്ചി കോ ദേക്ക. പ്രൊഫസറുടെ ഭാര്യ സ്റ്റേഷൻ്റെ വെളിയിൽ ഹാച്ചിയെ കണ്ടു. ഉസ് ദിൻ കി ഡയറി ലിഖേ. ആ ദിനത്തെ ഡയറി തയ്യാറാക്കുക. ഡയറിയുടെ ഫോമാറ്റാണ് ഡേറ്റും ഡേയും ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കിയിരിക്കുക. ആജ് കെ ദിൻ മേ ഏക് ഘടന ഹുവ. താഴേക്ക് മാറ്റി വേണം എഴുതാൻ. ഇന്നത്തെ ദിനത്തിൽ ഒരു സംഭവം ഉണ്ടായി. മേം പതി കി ഖബ്ർ പർ ഫൂൽ ചടാനെ കെ ലിയെ ഗയ്. ഞാൻ പതിയുടെ ഭർത്താവിൻ്റെ ഖബ്ർ ശവകുടീരം, ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി ഗയി പോയി. വഹാം സെ ഹാച്ചി കോ ദേഖ. അവിടെ വെച്ച് ആരെ കണ്ടു? ഹാച്ചിയെ കണ്ടു. हाची स्टेशन के बाहर सड़क पर बैठकर പ്രൊഫസർ को इंतजार कर रहा है. ഹാച്ചി സ്റ്റേഷൻ്റെ വെളിയിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ അല്ലേ, സഡക്ക് റോഡിൽ ഇരുന്ന് പ്രൊഫസറെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. മേ ഭി ഉസ്കെ സാത്ത് ബൈഠ്കർ റോത്തി രഹത്തി. ഞാനും അതിൻ്റെ കൂടെ ഇരുന്ന്, രോനാന്ന് വെച്ചാൽ കരയുക, കരഞ്ഞു. പ്രൊഫസർ കഫി നഹീം ലൗട്ട. പ്രൊഫസർ ഇനി ഒരിക്കലും, ലൗട്ടിനാന്ന് വെച്ചാൽ മടങ്ങി വരിക, തിരിച്ചു വരില്ല എന്ന് അവർക്കറിയാം അല്ലേ. ഉസെ ജാൻവർ കെ പ്രേമ സമർപ്പൺ ഭാവന ഓർ പ്രതീക്ഷാക്കർ ആചരിച്ച് കർത്തി. ആ ജാൻവർ, ആ മൃഗത്തിൻ്റെ സ്നേഹം, സമർപ്പണ മനോഭാവം, പ്രതീക്ഷ എന്നിവ അവർക്ക് എന്തുണ്ടാക്കി? അതിശയം ഉണ്ടാക്കി. അല്ല, ഭയങ്കരമായ അതിശയം ആയിരുന്നു. അത്രയും എഴുതി കോളം വരച്ച് വേണം ഡയറി എഴുതി കൊടുക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. പ്രൊഫസർ കോ സഡക്ക് പറെ ഏക് കുത്തേ കാ പില്ല മിൽത്താ ഹേ. പ്രൊഫസറിന് സഡക്ക് റോഡിൽ ഒരു കുത്തയുടെ പില്ല എന്ന് വെച്ചാൽ കുട്ടി, ഒരു നായ്ക്കുട്ടിയെ കിട്ടി. ഉസ്കോ അതിനെ ഘർ പഹുഞ്ചത്തെ സമയം പ്രൊഫസർ और പത്നി കെ ബീച്ച് വാർത്താലാപ് ലിഖേ. അതിനെ വീട്ടിലെത്തിച്ചപ്പോൾ പ്രൊഫസറുടെയും അയാളുടെ ഭാര്യയുടെയും ഇടയിലുള്ള വാർത്താലാപ് അല്ലെ ബാത്ചിത്ത് ലിഖേ. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, കോൺവെർസേഷൻ. ഓക്കെ, ആദ്യം ആൻസറെ. പ്രൊഫസർ അരേ രമ കഹാ ഹേ. ഞാൻ പേരും കൊടുത്തതാണ് കേട്ടോ, കഹാ ഹേ എവിടെയെന്ന്. പത്നി വെച്ചു ക്യാ ബാത്ത് ഹേ, എന്താ കാര്യം. പ്രൊഫസർ പറഞ്ഞു, മുച്ചേ സഡക്ക് പർ കുത്തേക്ക ഏക്ക് പില്ല മിൽത്താ ഹേ. എനിക്ക് സഡക്കിലെ ഒരു കുത്തയുടെ, അതായത് നായ്ക്കുട്ടിയെ കിട്ടി. പില്ല എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടി എന്നുള്ളതാണ്. നായ്ക്കുട്ടിയെ മില്ല എന്ന് വെച്ചാൽ കിട്ടുക, കിട്ടി. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എഹാംസെ ക്യാം ലേ ആയ. എഹാംസെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത്? ആ നായ്ക്കുഞ്ഞിനെ ഇവിടേക്ക് എന്തിനു കൊണ്ടുവന്നു? പ്രൊഫസർ പറഞ്ഞു, ഉസേ കുത്തയ്ക്ക് മാലിക്കോ കോജുങ്ക. ആ കുത്തയുടെ മാലിക് എന്ന് വെച്ചാൽ യജമാനെ, കോജുങ്ക അന്വേഷിക്കാം. പത്നി പറഞ്ഞു, നഹി വേണ്ട. തോ ക്യാ കരേക. നഹീൻ തോന്ന് വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ, അയാളെ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ക്യാ കരേക, എന്ത് ചെയ്യും? പ്രൊഫസർ പറഞ്ഞു, യഹ് മേരെ സാത്ത് ഹി രഹിക. അതെൻ്റെ കൂടെ രഹിന ഇവിടെ താമസിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടോ. പത്നി നഹീം വേണ്ട. ഇസ്കെ മാലിക് കോ തലാഷ് കർ ദേക. അതിൻ്റെ മാലിക്ക്, യജമാനെ തലാഷ് എന്ന് വെച്ചാൽ തേടി കൊടുക്കുക. പ്രൊഫസർ ടീക്ക് ഹേ. ശരി, അത്രയും മതി. നിങ്ങൾ കുട്ടികൾ 8ാം ക്ലാസ് ആയതുകൊണ്ട് ഇത്രയും മതി കോൺവെർസേഷൻ കേട്ടോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൊഫസർ കെ ഇന്തസാർ മേ ബൈഠെ ബൈഠെ 1935 ആണ്. മേ ഹാച്ചി കോ ദം തോട്ട് ദിയ. പ്രൊഫസറിനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 1935 ഹാച്ചി എന്ത് ചെയ്തു? അന്ത്യശ്വാസം വലിച്ചെന്ന് വെച്ചാൽ മരിച്ചുപോയി കേട്ടോ. ദം തോടുന്ന ശ്വാസം വിട്ടുപോവുക, നമ്മൾ പറയാം അന്ത്യശ്വാസം വലിക്കുക, അതായത് മരിച്ചു പോവുക. ഇസ് പദേ സമാചാർ ലിഖേ. ഇതിലെ സമാചാർ തയ്യാറാക്കുക. സമാചാർ അറിയാമല്ലോ, ന്യൂസ്, വാർത്ത തയ്യാറാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമാചാർ എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ട് സ്ഥലം എഴുതണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഹാച്ചി കാ അന്തിമ സാൻസെ. ഹാച്ചിയുടെ അവസാനത്തെ ശ്വാസം എന്ന്. സാൻസ് ശ്വാസം. സ്ഥലം ടോക്കിയോ. ഓക്കെ. ആജ് റെയിൽവേ സ്റ്റേഷൻ കെ ബാഹറെ നസൽ കെ കുത്തെ ദം തോട് ദിയ. ഇന്ന് റെയിൽവേ സ്റ്റേഷനാണ്, അതിൻ്റെ ബാഹർ വെളിയിലെ നസൽ വർഗത്തിൽപ്പെട്ട ആ കുത്ത എന്ത് ചെയ്തു? ദം തോട് ദിയ, അത് മരിച്ചുപോയി. നൗ മഹീന, മഹീന മാസം. നൗ മഹീനെ സെ ഹാച്ചി അപ്പന മാലിക് പ്രൊഫസർ യുയോനോ കോ ഇന്തസാർ കർ രഹാ ഹേ. 9 മാസങ്ങൾ കൊണ്ട് ഹാച്ചി അതിൻ്റെ യജമാനായ പ്രൊഫസർ യുയോനോയെ എന്ത് ചെയ്തു? ഇന്തസാർ കർ രഹാ ഹേ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രൊഫസർ കോ പില്ല മിൽനെ കെ ബാദ് ദോനോ കെ റിസ്ത ഗഹ്രാ ഥാ. പ്രൊഫസറിന് പില്ലായെ, നായ്ക്കുഞ്ഞിനെ കിട്ടിയ സമയത്തിന് ശേഷം 2 പേരുടെയും ഇടയിലുള്ള റിസ്ത, ബന്ധം, ഗഹ്രാ ഥാ, ആഴമുള്ളത് ആയിരുന്നു.
അച്ചാനക്ക് പെട്ടെന്ന് പ്രൊഫസർക്ക് മൃത്യു ഹുയി, അയാൾ മരിച്ചുപോയി. ഹാച്ചി ഉസെ ജഗഹ് പർ ബൈഠന ഇരിക്കുക, ജഗഹ് സ്ഥലം. ഹാച്ചി ആ സ്ഥലത്ത് തന്നെ ഇരുന്നു, അതായത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആ സടക്കിലിരിക്കുകയാണ്. ആരെ പ്രതീക്ഷയോടെ? പ്രൊഫസറിനെ. अब उसमें अंतिम सांस ली तो उसकी खुली आंखों को अब भी इंतजार था. अब ഇപ്പോഴേ അതെന്ത് ചെയ്തു? അന്തിമ ശ്വാസം എടുത്തു. ആ സമയത്തെ കുലി ആങ്കെന്ന് വെച്ചാൽ വിടർന്ന കണ്ണുകൾ, തുറന്നിരുന്ന കണ്ണുകൾ, അതിലിപ്പോഴും പ്രതീക്ഷ തന്നെ ആയിരുന്നു. ഉസേ മൂക ജാൻവർ കെ പ്രേമേ സമർപ്പൺ ഭാവന അത് പ്രതീക്ഷ അജരജ് കർത്തെ. ആ മൂക എന്ന് വെച്ചാൽ മിണ്ടാൻ സാധിക്കാത്ത ആ ജാൻവർ, മൃഗത്തിൻ്റെ സ്നേഹം, സമർപ്പണ ഭാവന, പ്രതീക്ഷ എന്നിവ എന്തുണ്ടാക്കി? അതിശയം തന്നു. അത്രയും എഴുതി കോളത്തിനകത്താക്കി കൊടുക്കണം സമാചാരം. ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും മിക്കവാറും 2 എണ്ണം കാണും കേട്ടോ. അടുത്ത് നോക്കിയ പ്രഡിക്ഷനാണ്. നമ്മളെല്ലാ പാഠങ്ങളും പഠിപ്പിച്ചായിരുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൺ എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ഡയറിയാണ്. ഡയറി ചോദിക്കാൻ കൊള്ളാവുന്നത് ജൂലിയയുടെ ഡയറിയോ പ്രൊഫസർ കി പത്നിയുടെ ഡയറിയോ ആയിരിക്കാം. നെക്സ്റ്റ് 2 വാർത്താലാഭാണ്. അത് ചോദിക്കാൻ കൊള്ളാവുന്നത് ജൂലിയ ആറെ സേട്ട് കെ ബീച്ച്, ജൂലിയായും ആ സേട്ട് ഹട്ടെ കട്ടെ അറിയില്ലേ, അവരുടെ സേട്ട് ജിയുടെ ഇടയിലുള്ള വാർത്താലാപ്. അടുത്തത് പ്രൊഫസറും പത്നിയുടെ ബീച്ചിലുള്ള വാർത്താലാപ്. അത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത നോക്കിയേ കവിത കാ ആശയ, അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവിതയുടെ ആശയം വ്യക്തമാക്കുക എന്നായിരിക്കും. അത് പേഡ് എന്ന കവിതാ പാഠഭാഗം തന്നെ ആയിരിക്കും കേട്ടോ. ഇതെല്ലാം പറയുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പോസ്റ്ററാണ്. പോസ്റ്റർ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക. പോസ്റ്ററും സമാചാർ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അത് പഠിക്കണം കേട്ടോ. അടുത്ത നോക്കിയാൽ ലേഖനം തയ്യാറാക്കാൻ ലേഖ് ലിഖേ എന്ന് വരും. ചോദിക്കാൻ കൊള്ളാവുന്ന ദേശിക വികാസ് അവരെ പ്രകൃതി സംരക്ഷൺ എന്ന ആ ഒരു ടൈറ്റിലോട് കൂടിയ ലേഖനമാണ് പരീക്ഷയ്ക്ക് നല്ലത്. അതും ഒരു വീഡിയോയിലുണ്ട്, നോക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ കഹാനിക്ക് ആധാർ പറെ സഹി പ്രസ്താവന ചുൻകർ ലിഖേ, കഥയെ അടിസ്ഥാനമാക്കി ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തി എഴുതുക. അത് സ്റ്റോറി 2 എണ്ണമാണ്, ഒന്ന് ജൂലിയായും പിന്നെ ഒന്ന് ഹാച്ചിയും. അതിനകത്ത് തന്നെ ആ ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഹാനിക്ക് ഘടനവും കെ ക്രം സെ ലിഖേ, കഹാനി കഥയെ ഘടനവും, കഥ എന്ന് വെച്ചാൽ കഹാനിയുടെ സ്റ്റോറിയുടെ ഘടന സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമത്തിലാക്കി എഴുതുക. സ്റ്റോറി 1 by 1 ആയിട്ട് ആ ക്രമം അനുസരിച്ച് വേണം എഴുതാൻ, കഥയെ അടിസ്ഥാനമാക്കി വേണം എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശബ്ദം കാ ആപസി സംബന്ധ്, അതായത് ശബ്ദങ്ങളുടെ പരസ്പര ബന്ധം എന്താണെന്ന് വെച്ചാൽ എഴുതുക. ആ പോർഷൻ തന്നിട്ടുണ്ട്, വീഡിയോയിൽ നോക്കണം. വേറെ സിലെ യാ സിലി സേ പൂര കരോ, സിലെ എന്നും സിലി അത് രണ്ടും ഉപയോഗിച്ച് ആ തന്നിരിക്കുന്ന ആ ഒരു ശബ്ദങ്ങളെ ഇത് ചേർത്ത് വേണം എഴുതാൻ. ഒന്നുകിൽ സിലെ അല്ല സിലി നോക്കി വേണം എഴുതാൻ. ഗ്രാമറാണ് പഠിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സർവനാം ഓർ പ്രത്യേക, അതുകൊണ്ട് പ്രത്യേകം സർവനാം ഉണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത യുഗ്മ ശബ്ദം ചുൻകർ ലിഖേ, യുഗ്മ ഒരുപോലെയുള്ള നടുക്ക് ഹൈഫൻ വരുന്ന ശബ്ദങ്ങളാ യുഗ്മ ശബ്ദങ്ങൾ കേട്ടോ. അതും ഞാൻ തന്നിട്ടുണ്ട്, അതും നോക്കി പഠിക്കുക. അടുത്ത വിശേഷണ ശബ്ദം ലിഖേ, വിശേഷണം തന്നിട്ടുണ്ട്, ഫസ്റ്റ് വേർഡായിരിക്കും കേട്ടോ. അത് നോക്കി പഠിക്കുക. അതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, ഓരോ വീഡിയോയിൽ നോക്കണം. നെക്സ്റ്റ് ഘടനാവും കെ ക്രമാനുസാർ ചിത്രവും കെ നമ്പർ ദേ, ഘടനാ സംഭവത്തെ അടിസ്ഥാനമാക്കി ചിത്രം തന്നിരിക്കും, ആ ചിത്രത്തിന് നമ്പർ നൽകുക. അത് വാക്യ ചുൻകല്ലുകെ, അതിൻ്റെ താഴേക്ക് സന്ദർഭത്തിന് അനുകൂലമായിട്ടുള്ള വാക്യങ്ങളും ഉണ്ട്, അത് തിരഞ്ഞെടുത്ത് വേണം എഴുതാൻ. ആ ഘടനയെ, അതായത് സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമമായി നമ്പർ ആഡ് ചെയ്യാം. ആ നമ്പർ ബേസ് ചെയ്ത് വേണം സ്റ്റോറി എഴുതാൻ, കഥ. ആ കഥ അനുസരിച്ചാണല്ലോ നമ്മൾ ശരിക്കും നമ്പർ ഇടുന്നേ. അത് അങ്ങോട്ട് താഴേക്ക് പോയിൻ്റായിട്ട് താഴേക്ക് വേണം ആക്കി കൊടുക്കാൻ കേട്ടോ. അത് എഴുതി കൊടുക്കണം, വാക്യം അതിനകത്ത് കാണും. അടുത്ത പാഠ് ഹാച്ചിക്ക് കഹാനിയാണ്. ചോദിക്കാൻ കൊള്ളാവുന്നത് ഹാച്ചിക്ക് കഹാനി എന്ന ഭാഗത്തിൻ്റെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാക്യം കാ പുനഃലേഖൻ കരെ, തന്നിരിക്കുന്ന വാക്യത്തിനെ പുനഃലേഖനം ചെയ്യുക. ഖി എന്ന യോജക ഉപയോഗിച്ച് വേണം വാക്യത്തെ പുനഃലേഖനം ചെയ്യാൻ. 2 സെൻറ്റൻസ് ആയിരിക്കും, അതിനെ കീ ഉപയോഗിച്ച് ഒന്നാക്കി കൊടുക്കുക. വീഡിയോയിൽ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക. നെക്സ്റ്റ് ലഘു കാ പ്രയോഗം, ലഘു എന്ന ഗ്രാമറാണ്, തുടങ്ങുക, അതും തന്നിട്ടുണ്ട്, നോക്കി പഠിക്കണം കേട്ടോ. അതും എനിക്ക് തോന്നുന്നു ഹാച്ചി എന്ന പാഠത്തിലാണ് ലഘു എടുത്തിരിക്കുന്നത്, നോക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വാക്യ വിസ്താർക്കര, വാക്യത്തെ വിശകലനം ചെയ്ത് എഴുതുക. ഇതുപോലെ ഒന്നാമത്തെ പോയിന്റ് തരും, എന്നിട്ട് കണ്ടൊരു ബോക്സ് പോലെ തന്നിരിക്കുന്നത്, അതിനകത്ത് 3 ഇങ്ങനെയുള്ള വേർഡ്സുകൾ തരും. ആ വേർഡ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത പോയിന്റുകൾ എഴുതാൻ. അടുത്ത ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പത്നി ഫൂൽ ചടാനെ ആത്തി ഹേ കേട്ടോ. ഭാര്യ എന്ത് ചെയ്തു? പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി വന്നു.
രണ്ടാമത്തെ അതിൻ്റെ കൂടെ ഇടുന്ന പ്രൊഫസർ കി പത്നി, അത് പ്രൊഫസർ കണ്ടില്ലേ ആ ടേബിളിനകത്തുള്ളേ, കി പത്നി ഫൂൽ ചടാനെ കെ ലിയെ ആത്തി ഹെ എന്നാക്കുമ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ആയി. മൂന്നാമത്തെ നോക്കിയേ, പ്രൊഫസർ കി പത്നി ഖബ്ർ പർ ഫൂൽ ചടാനെ ആത്തി ഹെ, അതായത് പ്രൊഫസറുടെ ഭാര്യ ഖബ്ർ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വന്നു, അതാണ് 3. 4 പ്രൊഫസർ കി പത്നി അപ്പനെ പതി, സ്വന്തം പതിക്ക് പതിയുടെ ഖബ്റിലെ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി വന്നു. ഈ തന്നിരിക്കുന്ന വാക്കുകൾ എവിടെയാണോ വരുന്നത് അത് യോജിക്കുന്ന സ്ഥലത്ത് എഴുതി വേണം സെൻറ്റൻസ് പൂർത്തീകരിച്ച് കൊടുക്കാൻ. ഇത്രയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ടെൻസ് ഏതെങ്കിലും ചോദിച്ചാൽ ആദ്യത്തെ വർത്തമാനകാലമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അതിനകത്തുനിന്ന് വായിച്ച് പഠിച്ചാൽ മിക്കവാറും കിട്ടുമായിരിക്കും കുറേയേറെ കേട്ടോ. ശരി, എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യാനുള്ളവർ ചാനൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.